JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഒക്ടോബർ മാസം 1 തീയതി മുതൽ 7 തീയതി വരെയുള്ള വാരഫലമാണ്. അതായത് കന്നിമാസം 15 തീയതി മുതൽ 21 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഗുണദോഷ ഫലങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് മേടൻ രാശിക്കൂറുകാരെ കുറിച്ച് നോക്കാം. മേടൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 1-ാം പാദം. സൂര്യൻ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത് മേടൻ രാശിക്കൂറുകാർക്ക്. അപ്പോൾ രോഗവും ശത്രുവും ദുഃഖങ്ങളും ഒന്നുമില്ലാതെ ധനലാഭവും കാര്യഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് 6-ാം ഭാവത്തിൽ ആദിത്യൻ്റെ സ്ഥിതി. അതായത് 3, 6, 11 പാപഗ്രഹങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ്. 11-ാം ഭാവത്തിൽ ശുഭനായാലും പാപനായാലും നല്ല ഫലമാണ് തരുന്നത്. 2-ാം ഭാവത്തിലും 3-ാം ഭാവത്തിലും സൂര്യൻ ഇടവം മിഥുനൻ രാശിയിൽ അംശകം ചെയ്തു വരുന്നു. 3-ാം ഭാവം ഗുണം ചെയ്യും. കാരണം 3, 6, 11 ഭാവം പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ആയാലും രാഹു ആയാലും അതുപോലെ ആദിത്യനായാലും ശനി ആയാലും ഏത് ഗ്രഹമായാലും പാപഗ്രഹങ്ങളെല്ലാം ഗുണം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ 3-ാം ഭാവത്തിൽ ഗുണം ചെയ്യുമെങ്കിലും 3-ാം തീയതി വരെ 2-ാം ഭാവമായ ഇടവത്തിലാണ് അംശം ചെയ്ത് നിൽക്കുന്നത്. ആ സമയം ഈ 2-ാം തീയതി വരെ ഒരു നല്ല സമയമായിരിക്കത്തില്ല. ധനനഷ്ടവും നേത്രരോഗവും അനാവശ്യമായ കോപവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. 3-ാം തീയതി മാനസിക വിഷമവും ചില പ്രയാസങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് 3-ലെ ചൊവ്വ. 3-ലെ ചൊവ്വ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ഭാവമാണ്. ധനലാഭവും ആത്മവിശ്വാസവും എന്തിനേയും നേരിടാനുള്ള ഒരു കരുത്തും അതുപോലെ തന്നെ എപ്പോഴും എനർജറ്റിക്കായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, എന്തിനേയും നേരിടാൻ മനസ്സ് ഉണ്ടാകുന്ന ഒരു ഭാവമാണ് ഈ ചൊവ്വായി. അത് 3-ാം ഭാവത്തിൽ വരുമ്പോൾ ചുറ്റുപാടുമുള്ളവരുമായിട്ടും അതുപോലെ സഹോദരങ്ങളെയുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പോൾ ആഴ്ചയുടെ 6 ദിവസം മേടൻ രാശിയിൽ അംശം ചെയ്യുന്നുണ്ട്. അപ്പോൾ മേടൻ രാശി സ്വക്ഷേത്രമാണെങ്കിലും ചൊവ്വ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ജന്മരാശിയിലാണല്ലോ ഈ അംശകം വരുന്നത്. അതുകൊണ്ട് പിന്നെ കാര്യതടസ്സം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. കാരണം ജന്മത്തിലെ പാവൻ ശാരീരികമായും മാനസികമായിട്ടും ആ നിൽക്കുന്ന സമയത്ത് അത്ര ഗുണം ചെയ്യില്ല എന്നുള്ള. 6-ലെ ബുധൻ ഉയർച്ചയും കാര്യജയവും മത്സര പരീക്ഷയിലൊക്കെ വിജയവുമൊക്കെ നൽകുന്ന ഒരു ഭാവമാണ്. 3-ാം ഭാവമായ മിഥുനത്തിൽ അംശയം ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം 6-ാം ഭാവത്തിൽ ബുധനാണെങ്കിലും അത് ഉച്ചരാശിയിലാണ്. അതുപോലെ തന്നെ അതിന് മറ്റു പല ഗുണങ്ങളുമുണ്ട്. എന്നാൽ 3-ാം ഭാവത്തിൽ മിഥുനത്തിൽ സ്വക്ഷേത്രമാണെങ്കിലും 3-ാം ഭാവം അത്ര മെച്ചമായിട്ട് പറയാൻ പറ്റില്ല. ചൊവ്വയുടെ ബന്ധം കൂടി ഉള്ളത് കൊണ്ട് തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ വരുത്തും. പിന്നെ 2-ാം ഭാവത്തിലാണ് വ്യാഴം. അത് ധനലാഭം, കുടുംബസുഖം, ബന്ധുഗുണം അങ്ങനെ പല ഗുണങ്ങളും നൽകുന്ന ഒരു ഭാവമാണ്. 2-ാം ഭാവം എന്ന് പറയുമ്പോൾ ധനപരമായും കുടുംബപരമായും അതുപോലെ വർത്തമാനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എത്ര വലിയ പ്രശ്നമായാലും രമ്യതയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഭാവമൊക്കെയാണ് ഈ 2-ലെ വ്യാഴം. എന്നാൽ 6-ാം ഭാവത്തിൽ അംശകം ചെയ്തു വരുന്നുണ്ട്. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ കന്നിരാശി. കന്നിരാശിയിൽ വ്യാഴം അംശകം ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ അത് ദൈവാധീനക്കുറവിനെ സൂചിപ്പിക്കും. കാരണം ദൈവാധീനം നഷ്ടപ്പെടുന്ന ഒരു സ്ഥാനമാണ് ഈ 6, 8, 12, പ്രത്യേകിച്ച് 6-ാം ഭാവം 12-ാം ഭാവമൊക്കെ. പിന്നെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ സ്വക്ഷേത്രവാനായിട്ട് 7-ാം ഭാവത്തിൽ നിൽക്കും. അപ്പോൾ സാധാരണഗതിയിൽ 7-ാം ഭാവം അത് യാത്രയെയും മറ്റ് പല കാര്യങ്ങളെയും സൂചിപ്പിക്കുമ്പോൾ 7-ലെ ശുക്രൻ പങ്കാളിയുമായിട്ട് അത്ര നല്ല ബന്ധം നൽകില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ചില അകൽച്ചയോ ചില അഭിപ്രായ ഭിന്നതയോ അങ്ങനെയൊക്കെ വരാം. സുഖക്കുറവ്, അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പങ്കാളിക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായാലും. കുംഭം, മീനം, മേടൻ രാശിയിൽ അംശം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുംഭം, മീനം, മേടൻ രാശിയിൽ അംശം ചെയ്യുക എന്ന് പറയുമ്പം മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നല്ല ഭാവങ്ങളാണ്. ശുക്രനെ സംബന്ധിച്ച് നല്ല ഫലങ്ങൾ തരും. മൃഷ്ടാന്ന ലാഭം, ബന്ധുഗുണം, ധനലാഭം, വസ്ത്രാദി ലാഭം, ആഭരണ ലാഭം, ഭാര്യാസുഖം, ശയനസുഖം, അങ്ങനെ ഭൗതിക സുഖങ്ങളെല്ലാം തന്നെ നൽകുന്ന ചില ഭാവങ്ങളാണ്. പ്രത്യേകിച്ച് ശുക്രൻ 12-ാം ഭാവത്തിൽ നിന്നാൽ പോലും ദോഷം ചെയ്യും. ശനി 11-ൽ നിൽക്കുന്നത് മേടൻ രാശിക്കാർക്ക്
നല്ലതാണ്. കാരണം 11ാം ഭാവം നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടഭാവമാണ്. 11ൽ ശനി നിൽക്കുന്നത് മേടൻ രാശിക്കാർക്ക് നല്ലതാണെങ്കിലും അതിൻ്റെ ഫലം പറയുന്നത് ധനലാഭം, സർവകാര്യസിദ്ധി, കാര്യജയം, അതുപോലെ പരസ്ത്രീഗമനം, അങ്ങനെയുള്ള ഒരു മോശക്കാര്യം മാത്രമേ അതിനകത്ത് സൂചിപ്പിക്കൂ. എന്നാൽ ഈ ആഴ്ച 12ലും ജന്മത്തിലും 12ാം ഭാവത്തിലും ജന്മരാശിയിലും അംശം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം വക്രഗതി. അപ്പോൾ ആദ്യം ജന്മരാശിയിലും പിന്നെ 12ലേക്കുമാണ് മാറുന്നത്. അത് കാര്യതടസ്സവും അലച്ചിലും അധിക ചെലവും മനസ്സുഖം കുറയുന്ന ഒരു സാഹചര്യവും അതുപോലെ തന്നെ അന്യദേശവാസത്തെ സൂചിപ്പിക്കും. പിന്നെ മുമ്പേ പറഞ്ഞതുപോലെ ചില ആരോപണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇടവം രാശിക്കൂറുകളിലേക്ക് പോകുമ്പോൾ, ഇടവൻ രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇതാണ് ഇടവക്കൂറുകാർക്ക് 5ാം ഭാവത്തിലാണ് സൂര്യൻ. ജന്മരാശിയിലും 2ലുമാണ് അംശം ചെയ്ത് ഈ ആഴ്ച വരുന്നത്. അപ്പോൾ സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകും. അത്തരം ഒരു സാഹചര്യം, അത്തരം ഒരു ആഴ്ചയാണ്. എന്നാൽ ശത്രുദോഷം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. സുഹൃത്തുക്കൾ, അന്യരായിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിക്കേണ്ട ഒരാഴ്ചയാണ്. അതായത് പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒക്കെയുള്ള സാധ്യത വരുന്നു. ആഴ്ചയുടെ തുടക്കം അത്ര മെച്ചമല്ല. 2ലെ ചൊവ്വ തർക്കം, വഴക്ക്, വിവാദം, മനപ്രയാസം എന്നിവയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ബുധൻ ബന്ധുക്കളുമായി കലഹമുണ്ടാക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം 2ൽ അംശം ചെയ്ത് നിൽക്കുന്ന ബുധൻ ധനലാഭത്തെയും, ജന്മത്തിലെ വ്യാഴം ധനനഷ്ടവും ബുദ്ധിമോശവും കലഹവും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും അത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ 5ലെ വ്യാഴം അംശകത്തിലാണ്. കാരണം ഇടവൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് 5ാം ഭാവത്തിലാണ് അംശകം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം 5ലെ വ്യാഴം മനസ്സിന് അല്പം സന്തോഷവും സുഖവും ഒരു ദൈവാധീനവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. ജന്മരാശിയിൽ നിൽക്കുന്ന, ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം അത് ധനനഷ്ടത്തെയും ബുദ്ധിമോശത്തെയും കലഹത്തെയും ഒക്കെ സൂചിപ്പിക്കും. കാരണം ബുദ്ധിയുടെ കാരകൻ കൂടിയാണ് വ്യാഴം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മരാശി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചിന്തിക്കുന്ന കാര്യങ്ങളുമൊക്കെ എപ്പോഴും നല്ല ബുദ്ധിപരമായിട്ടാണ് എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ചില ബുദ്ധിമോശങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ ചൊല്ലിയുള്ള വഴക്കുകളോ ചില തർക്കങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ആയിരിക്കാം ഉണ്ടാകാനുള്ള സാധ്യത. സന്താന വിഷയത്തിൽ ഗുണം ചെയ്യും. കാരണം 5ാം ഭാവത്തിൽ അംശം ചെയ്ത് വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുമുണ്ട്. ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം 5ാം ഭാവമായ കന്നിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 5ാം ഭാവം അത് സന്താനങ്ങളെ കൂടി സൂചിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം, തൊഴിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അവർക്കൊരു ദൈവാധീനം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ, ശുക്രൻ സ്വക്ഷേത്രവാനായിട്ട് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് 6ാം ഭാവത്തിലാണ്. അപ്പോൾ സ്ത്രീകൾ മൂലം ഉണ്ടാകാവുന്ന ചില വിഷയങ്ങളെ സൂക്ഷിക്കേണ്ട ആഴ്ചയാണ്. കാരണം സ്ത്രീകൾ മൂലം എന്ന് പറയുമ്പം കുടുംബത്തിലുള്ളവർ തന്നെ, കാരണം സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ കുടുംബത്തിലുള്ളവർ തന്നെ ചിലപ്പോൾ എതിരായിട്ട് വരാം. പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നം വരാം. ശുക്രൻ പങ്കാളിയെ സൂചിപ്പിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധവും സ്ത്രീകളിൽ നിന്നുള്ള ഒരു നല്ല അനുഭവവും ഈ ആഴ്ച കുറവായിരിക്കും. ആഴ്ചയുടെ തുടക്കം, അതായത് 1, 2 തീയതികൾ സൂക്ഷിക്കണം. അതത്ര നല്ല ദിവസങ്ങളല്ല. പിന്നെ ശനിയുടെ 10ാം ഭാവസ്ഥിതി, 10ാം ഭാവം എന്ന് പറയുമ്പോൾ കർമ്മദോഷം, കർമ്മസ്ഥാനമാണ്. അപ്പോൾ 10ാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ കർമ്മസംബന്ധമായ ചില മാനസിക വിഷമങ്ങൾ, കർമ്മദോഷം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. 3-ാം തീയതി വരെ ശനിദോഷം ഉണ്ടാകും. 4-ാം തീയതി മുതൽ 11ലാണ് അംശം ചെയ്തു വരുന്നത് മീനൻ രാശി. അതുകൊണ്ട് തന്നെ 3-ാം തീയതിക്ക് ശേഷം ഈ ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് ശനിയുടെ ചില നല്ല അനുഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രത്യേകിച്ച് വക്രഗതി കൂടി ആയതുകൊണ്ട്. മിഥുനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ, മിഥുനൻ രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേരുന്നതാണല്ലോ മിഥുനം. അപ്പോൾ സൂര്യൻ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ അംശകസ്ഥിതി 12ലും ജന്മരാശിയിലുമായിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, ധനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഈ ആഴ്ച അത്ര മെച്ചമല്ല. സാമ്പത്തിക ചെലവ് കൂടും. മിഥുനത്തിലെ ചൊവ്വ, മിഥുനൻ രാശിയിലാണല്ലോ ചൊവ്വ നിൽക്കുന്നത്, ജന്മരാശിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. 4ൽ ദൃഷ്ടിയുമുണ്ട്. 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, ആ ഭാഗത്തു പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 4-ാം ഭാവത്തിൽ ചൊവ്വ വരിക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില ഭിന്നതയോ
ചിലരുമായി ചില പിണക്കങ്ങളോ കലഹങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. 6-ാം തീയതി വരെ 11-ൽ ചൊവ്വ അംശകം ചെയ്ത് നിൽക്കുന്നത് ധനപരവും കാര്യലാഭവും നൽകും. കാരണം 6-ാം തീയതി വരെ 11-ാം ഭാവത്തിൽ അംശകം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ 11-ാം ഭാവം ഒരു നല്ല സ്ഥാനമായതുകൊണ്ട് ഈ പറയുന്ന ചൊവ്വയുടെ ദോഷങ്ങൾ 6-ാം തീയതി വരെ വളരെ കുറഞ്ഞ് ഒരു നല്ല അനുഭവത്തിലേക്ക് വരും. സഹോദരങ്ങളും ഭൂമി സംബന്ധമായ കാര്യങ്ങളും പല കാര്യങ്ങളും പറയാറുണ്ട്. അതുപോലെ എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യം, അതുപോലെ ഒരല്പം കോപം, എടുത്തിയാട്ടം, ഇതെല്ലാം ഈ ചൊവ്വയ്ക്കുണ്ട്. അപ്പോൾ 11-ാം ഭാവത്തിൽ വരിക, ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇത്തരം കോപവും ദേഷ്യവും അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ 11-ാം ഭാവത്തിൽ അംശകം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് അത് വലിയ എഫക്റ്റ് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു വന്നത്. ബുധൻ 4-ാം ഭാവത്തിൽ ഉച്ചരാശിയിലാണ് ഉള്ളത്. അപ്പോൾ 4-ൽ ചൊവ്വ ദൃഷ്ടി ഉണ്ടെങ്കിലും 4-ൽ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ ബന്ധുക്കളുമായിട്ട് ഒത്തുചേരാനുള്ള ഒരു അവസരം, അതുപോലെ സുഹൃത്തുക്കളുടെ സഹായം, കുടുംബത്തിൽ ഏതെങ്കിലും മംഗളകർമ്മങ്ങൾക്ക് സാധ്യത വരികയും എല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്കും അതുപോലെ തൊഴിൽ സംബന്ധമായി ചിന്തിക്കുന്നവർക്കൊക്കെ നല്ല ഒരു ആഴ്ചയാണ്. ജന്മരാശിയായ മിഥുനത്തിൽ ബുധൻ നവാംശകം ചെയ്ത് നിൽക്കുമ്പോൾ ചൊവ്വയുടെ ബന്ധം കൂടി, അതായത് മിഥുനത്തിലാണല്ലോ ചൊവ്വ നിൽക്കുന്നത്, മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ബന്ധം കൂടി വരുന്നത് കൊണ്ട് ഈ ആഴ്ചയിൽ ചില തർക്കങ്ങളോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ അങ്ങനെയൊക്കെ വരാം. കാരണം സൂര്യബന്ധം വരുന്നത് സർക്കാർ സംബന്ധമായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അധികാരികളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ വാണിങ്ങോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ചില മുന്നറിയിപ്പുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമല്ലാത്ത അനുഭവങ്ങൾ വരാം. ബന്ധുക്കളിലും സുഹൃത്തുക്കളിലുമൊക്കെ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളും അഭിപ്രായ വ്യത്യാസങ്ങളും നീരസവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യാം. പിന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവത്തിലാണ്. അലച്ചിലും കഷ്ടപ്പാടും ധനനഷ്ടവും ചിലവും അന്യദേശവാസവും, അതായത് വിദേശവാസം പോലും അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നവാംശക സ്ഥിതി വ്യാഴത്തിന് കന്നിരാശിയിലാണ് നവാംശകം വരുന്നത്. ഈ കന്നിരാശിയിൽ തന്നെയാണ് ദൃഷ്ടിയും വരുന്നത്. അതുകൊണ്ട് തന്നെ അത് 4-ാം ഭാവമായിട്ട് വരുന്നത് കൊണ്ട് വീട്, മാതാവ്, വാഹനം, കുടുംബം ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാവരുമായിട്ട് ഒത്തുകൂടാനും എല്ലാവരുമായിട്ടുമൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാകാനും ഒക്കെ സാധിക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ ചില എല്ലാ ദിവസവും ഒരുപോലെ എല്ലാ മനുഷ്യർക്കും സുഖമായിട്ടും നന്നായി ഒന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാതൃക്ലേശവും മനപ്രയാസവും ഒക്കെ ആ ഒരു ഭാവം കൊണ്ട്, മോശമായ സ്ഥിതി കൊണ്ട് ഉണ്ടാകാം എന്നുള്ളതാണ്. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വക്ഷേത്രവാനായിട്ട് 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നു, മനസ്സിനെ സൂചിപ്പിക്കുന്നതൊക്കെ. അപ്പം മനസ്സുഖം, സ്ത്രീസുഖം, അതുപോലെ ഗുരുജനങ്ങളും ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുക. പിന്നെ 9, 10, 11 ഭാവങ്ങളിലായിട്ട് ശുക്രൻ അംശകം ചെയ്യുമ്പോൾ 3, 4 തീയതികളിൽ 10-ൽ ശുക്രൻ അംശകത്തിൽ വരുന്നത് ഉന്നതരായ വ്യക്തികളിൽ നിന്ന്, ഈ 9-ാം ഭാവം എന്ന് പറയുമ്പോൾ ഗുരുജനങ്ങളെന്നും ഒക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് ചില മോശമായ അനുഭവങ്ങളൊക്കെ വരാം. 9-ലെ ശനി മൂലക്ഷേത്രം, 9-ാം ഭാവത്തിലാണല്ലോ ശനി നിൽക്കുന്നത്, അത് മൂലക്ഷേത്രത്തിലുമാണ്, പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനവുമാണ്, വക്രഗതിയിലുമാണ് ശനി. എന്നാലും അത് അത്ര മെച്ചമാണെന്നോ അത്ര മോശമാണെന്നോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. പിന്നെ വക്രഗതിയിൽ 3-ാം തീയതി വരെ മേടൻ രാശിയിൽ, മേടൻ രാശി നീചമാണെങ്കിലും മേടൻ രാശിയിലാണ് അംശകം ചെയ്യുന്നത്. അതിനുശേഷം മീനൻ രാശിയിലേക്ക് പോകും. കാരണം വക്രഗതി ആയതുകൊണ്ട് മേടം കഴിഞ്ഞാണ് മീനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ മേടൻ രാശി എന്ന് പറയുമ്പോൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11-ാം ഭാവം, ആ അംശകസ്ഥിതി വളരെ നല്ലത്. 10-ാം ഭാവമായ മീനത്തിലേക്ക് വീണ്ടും പോകുമ്പോൾ അത് 4-ാം തീയതി മുതൽ, അത് നമുക്ക് അത്ര നല്ലതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മസ്ഥാനമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചില അപാകതകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും ഉണ്ട്.